എന്റെ കൊച്ചേ, അതവിടെ വെക്ക്, ഞാൻ ചെയ്തോളാം. അമ്മ ഇങ്ങനെ എന്നെ കൊണ്ട് ഒരു ജോലി ഇവിടെ ചെയ്യിപ്പിക്കാതിരുന്നിരുന്ന് എനിക്ക് വല്ല കൊളസ്ട്രോളും ഷുഗറും ഒക്കെ പിടിക്കുവേ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുഴപ്പളത്തി ഒന്ന് ഒരു 4 ചാക്ക് സിമെന്റ് എടുത്താ പണിക്കാരെ ഒന്ന് സഹായിക്കും. അമ്മേ പിന്നല്ലാതെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാമെന്ന്. കുഴപ്പമില്ലെന്നേ, ഇങ്ങനെ വെറുതെ ഇരിക്കാൻ മടിയാന്നേ. എന്ത് നിർത്തിക്കളഞ്ഞ്? അല്ല അങ്ങനെയൊന്നുമില്ല, ഒരു കാര്യം പറയാനായിട്ട്. പറഞ്ഞോളെ ദേശിയാണോ? ചെറുതായിട്ട്. ശരി, ഞാൻ ചെയ്ത് വെക്കാം. അല്ല അങ്ങനെയൊന്നും വേണ്ട, കുഴപ്പമില്ല. പറഞ്ഞോ പറഞ്ഞോ. ഒരു കാര്യം ചെയ്യ്, എന്റെ ചെവി വന്ന് പറ. ഞാൻ കേൾക്കൂല, ചെവി അടച്ചു വെച്ചോളാം. അയ്യോ, എന്ത് പറ്റി? ഞാനൊന്ന് ഞെട്ടിയതാ. അത് മനസ്സിലായി, എന്തിനാ ഞെട്ടിയെന്ന് ചോദിച്ചേ? ഒന്നുമില്ല. ഞാൻ പറയൂല, അമ്മൂമ്മ വേണമെങ്കിൽ പറഞ്ഞു. ഒന്നാമത് ചേച്ചിയും കൂടെ വീട്ടിലില്ല, അമ്മൂമ്മയാണോ അവന്റെ ആയുധം. ഇപ്പൊ പുറത്തോണ്ട് കയറി വരും. പറഞ്ഞല്ലേ. സവാള അരി വന്നോ സീതാമ്മേ? മോളെ, പിന്നെ ലച്ചു എപ്പോ വരും പറഞ്ഞു? ലച്ചു എന്നോടൊന്നും പറയണ്ടാണല്ലോ പോയത്. ലച്ചു എന്നോടൊന്നും പറയണ്ടല്ലോ അല്ലെങ്കിൽ. പിന്നെ സീതേ, കുഴിപ്പുളത്ത് പണിക്കാരുണ്ടോ ഇന്ന്? കുഴിപ്പുളത്ത് പിന്നെ പണിക്കാരുണ്ട്, പക്ഷെ പണി കാര്യമായിട്ട് നടക്കുന്നൊന്നുമില്ല. എടാ നീ എന്തോ ഇങ്ങനെ ഒന്ന് കറങ്ങുന്നേ? ഞാനേ ഇവളോട് സംസാരിച്ചോണ്ടിരിക്കുന്ന കണ്ടില്ലേ? അത് ഞാൻ കണ്ടു, പക്ഷെ അമ്മൂമ്മ എന്നെ കണ്ടോന്ന് ഞാൻ കണ്ടില്ല. എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് എന്തോ നിന്നെ കാണാൻ എനിക്ക് കണ്ണില്ലയോ? അല്ല നവനാ പറയണ്ടേ. സീതേ, അവിടെ എത്ര പേരുണ്ട് പണിക്കാര്? അവിടെ 5 പേര്. നീ എന്താ കോഴി മുട്ടയിട നടക്കുന്ന പോലെ അവിടെ നിന്ന് ഇവിടെ നിന്ന് അവിടെ നിന്ന് നടക്കുന്നത്? അല്ല ഒന്നുമില്ല, എനിക്ക് ഇവിടെ അമ്മൂമ്മയുടെ അടുത്തൊരു ചെറിയ കാര്യം പറയണ്ടായിരുന്നു. രഹസ്യമായിരിക്കും. അല്ല അങ്ങനൊന്നുമില്ല. പറഞ്ഞേട്ടെ, പറഞ്ഞോ. ഞാൻ കേൾക്കുന്നില്ല, പറഞ്ഞു. കുറച്ച് പൈസ കിട്ടുമോ? ഇല്ല, പടത്തിന് പോകാനോ? നിന്റെ പൈസ ഇല്ലെങ്കിൽ നീ കാണണ്ട. ഒരാഴ്ച തിരിച്ചു. ഞാനിത് കൊറേ ആയിട്ട് കേൾക്കുന്നില്ലയോ? ഇല്ല, ഇല്ലടാ, 10ന്റെ പൈസ ഇല്ല. 10 പൈസ വേണ്ടി കുറച്ചുകൂടെ മതി. കൊണ്ട് കിടപ്പുണ്ടല്ലോ എന്തൊരു കഷ്ടം. പടം കിടാൻ പോലല്ലോ ചോദിക്കുന്നത്. പൈസ തിരിച്ചു കുറച്ച് 2 ദിവസത്തിന്. എന്താണെന്ന് എന്നോടൂടെ പറ, ഞാനും കേക്കട്ടെ. ഒന്നുമില്ല അല്ലേ അമ്മൂമ്മ? ഞാൻ പറയാം. പറ. അവന് കുറച്ച് പൈസ വേണമെന്ന്. പൈസയോ? എന്നാത്തിനാ മോനെ? അതെ, അവനെ എന്നെ ലച്ചുവിനെ ഊറ്റിയായിപ്പോ ജീവിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനൊന്നുമില്ല, ഞാൻ ഇടയ്ക്കിടെ പണിയെടുക്കാൻ പോകും. പടം കാണാനാണ് പൈസ. പോയിടുന്നു. സിനിമ കാണാൻ പോവാനാണോ? അതിനാണോ എത്ര വലിയ പ്രശ്നം? ഞാൻ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം മക്കളെ. എന്താ എന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാന്ന്? ചേട്ടാ, കൊച്ചിനൊരു സിനിമ കാണാൻ വേണ്ടി പൈസ വേണമെന്ന്. സീതേ വേണ്ട, പിന്നെ അത് തലവേദനയാവേ. എന്ത് തലവേദന? അവനൊരു സിനിമ കാണാൻ പൈസ കൊടുക്കണേന്? എടാ, നിന്റെ ഫോണിലേക്ക് ഞാനൊരു 500 രൂപ അയച്ചു തരാം. നീ സിനിമ മാത്രമല്ല, സിനിമ കണ്ടിട്ട് ഒരു 4 പപ്സും ചായയും കുടിച്ചു. പപ്സും ചായയും കുടിക്കാൻ ആ പൈസ മതിയായിരിക്കും, പക്ഷെ ടിക്കറ്റിന് ആ പൈസ പോരാ. എന്താടാ ഈ പറയണത്? ടിക്കറ്റിന് 200 രൂപ. 100 രൂപക്ക് നീ പെട്രോൾ അടിച്ചോ? 200 രൂപക്ക് പപ്സും ചായയും പോപ്കോണും കഴിക്കാൻ നിനക്ക്? 200 രൂപ അല്ല ടിക്കറ്റ്, 1600 രൂപ. 1600 രൂപ? ഐമാക്സിലാ പടം. അത് ഏത് സിനിമയുടെ? നോളന്റെ പടം. നോളൻ, നമ്മുടെ ഈ മറ്റേ ക്രിസ്റ്റഫർ നോളൻ, ഒഡീസി പടത്തിന്റെ പേര്. എന്നാലും ഇത്രയൊക്കെ പൈസ വരുമോ? അത്യാവശ്യം പൈസ വരും. അങ്ങനത്തെ ഒരു മറ്റേ സ്ക്രീനിൽ വളഞ്ഞൊക്കെ ഇരിക്കും. അല്ലടാ, അത്രക്ക് വലിയ നടനാണ്? അയ്യോ, പുള്ളി ഡയറക്ടറാ. അങ്ങനെയുള്ള ആളുടെ പടം ഒന്നും കാണാൻ പോകണ്ട. പക്ഷെ അമ്മൂമ്മ കിണ്ണ സാധനമാണ്. പുള്ളി പണി ഇറക്കണെന്ന് പറഞ്ഞ അങ്ങനത്തെ ഐറ്റമാണ്. അല്ല കേച്ചു, നമ്മുടെ ചാക്കോ മറ്റത്തിന്റെ അത്രയും വലിയ ഡയറക്ടറാണോ പുള്ളി? ചാക്കോ മറ്റത്തിന് അറിയില്ല? ഇല്ല. അയ്യോ, ഭീകര ഡയറക്ടർ അല്ലേ. പുള്ളിയുടെ തുമ്മിയാ തെറിച്ച മൂക്ക് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഞാനും സീതയോട് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് കാണാൻ പോയ സിനിമയാ. 5 ദിവസം ഇവളുടെ കരച്ചില് അടക്കാൻ ഞാൻ പാടുപെട്ടത്. അത്രക്ക് ഗംഭീരമായിരുന്നു. പുള്ളിയുടെ പുതിയ സിനിമ ഏതെങ്കിലും ഉണ്ടോ? പുള്ളിയെ പടം ചെയ്യലൊക്കെ നിർത്തി ഇപ്പൊ വ്ളോഗ് ചെയ്യാൻ ഇറങ്ങിയേക്ക. പുള്ളിയുടെ അത്രയും കാണൂല, പക്ഷെ പുള്ളിയുടെ ഒരു തൊട്ട് താഴെ പുള്ളിയോടൊക്കെ ഇടിച്ചു നിൽക്കും. അതല്ലേ? ഈ പുള്ളി എന്താ കാണിച്ചു വെച്ചേക്കണെന്ന് എനിക്കും കൂടി ഒന്ന് അറിയണമല്ലോ. ഞാനും പറഞ്ഞിട്ട് സിനിമ കാണാൻ.
ആണോ? നമുക്ക് പോവാം. അല്ല അപ്പൊ 1600, 1600, 3200. പൈസ ഞാനൊരു വിഷയമാക്കുന്നില്ല. സീത നീ വരുന്നുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് ഒന്നും ശരിയാകത്തില്ല. താല്പര്യമില്ല. വേറെ ആരെങ്കിലും വരുന്നുണ്ടോ? അതിനുള്ള ബുദ്ധിയൊന്നും ഇവർക്കില്ല. എടാ എന്നാ പെട്ടെന്ന് റെഡി ആയിക്കോ. ഞാൻ റെഡി ആവാ. നമ്മ സിനിമക്ക് പോകുന്നു. ഉറപ്പ്. ഞാൻ റെഡിയായി. ഈ നോളൻ എന്താ ചെയ്തു വെച്ചേക്കണെന്ന് എനിക്ക് അറിയണമല്ലോ. നോളെ പൊളിയാ. കാലം പോയ പോക്കല്ലേ. 1600 രൂപയെ ഒരു സിനിമയ്ക്ക്. 1600 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എത്ര പുട്ടുപൊടി മേടിച്ച് നമുക്ക് പുട്ടുണ്ടാക്കി തിന്നായിരുന്നു. സത്യം. കേശു, ഞാൻ പറയണോന്ന് കേക്ക്. ഇല്ല, എനിക്കൊന്നും കേക്കണ്ട. അങ്ങനെ പറയല്ലേ. ഉൾപ്പെടുത്ത ഭയങ്കര കടുത്തു കേട്ടോ, ഭയങ്കര കടുത്തു. എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എനിക്കൊന്നും കേക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. നീ എന്താണ് ഈ കൊച്ചു പിള്ളേരുടെ പോലെ? ഞാൻ പിന്നെ കൊച്ചു കൊച്ചല്ലേ അല്ലേ? എടാ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഇതാണോ അബദ്ധം? ഞാനേ കേശു, ഞാൻ പറയട്ടെ എന്ന്. കേശു, കേശു, എടാ അച്ഛനൊരു അബദ്ധം പറ്റി. അതിവിടെ കഴിഞ്ഞു. നീ ഇവിടെ താരോട് പറയരുത്. അച്ഛന് വലിയ നാണക്കേടായി പോകും. ഓ, നാണക്കേടാവൂല്ലേ? അതെ 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 അതെ. ഞാൻ പറയും. കേശു പ്ലീസ്. ഞാൻ പറയും. പറയരുത് പറയരുത് പറയരുത്. ഗംഭീരം. അടിപൊളി. ഗംഭീരം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ, പോയ പോലെ തിരിച്ചു വന്നല്ലേ? എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. കേശു ഞാൻ പറയും. പറയരുത്. ഞാൻ പറയും. ഞാൻ പറയും. ചേട്ടന് പപ്സ് മേടിച്ചു തന്നില്ലേ? പപ്സാ? ഇവന് ഞാൻ ബർഗറാണ് മേടിച്ചു കൊടുത്തത്. ബർഗറാ? എന്നാ പിന്നെ എന്നെ കൊണ്ടുപോയി കൂടായിരുന്നോ? അതെ, ഇവനെ സിനിമ കണ്ട് എന്റെ ക്ഷീണം ഉണ്ടാവും. കേശു പോയി കിടന്ന് ഉറങ്ങി. ചെല്ലു ചെല്ലു. ഇത് ഞാൻ പറഞ്ഞിട്ടേ ഞാൻ പോയി കിടക്കണുള്ളൂ. പറയരുത്. പറയും 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 പറയും. പറയടാ, എന്തുവാ? ആ പടം ഉണ്ടല്ലോ, ഒഡീസി, ആദ്യം മുതൽ അവസാനം വരെ ഫുള്ള് കൂർക്കവലിയായിരുന്നു. ആണോ? നായക ഫുള്ള് കുറുക്കവലിയായിരുന്നു. നായകനല്ല പിന്നെ ഈ നിക്കണ സാക്ഷാൽ കുഴപ്പത്തച്ഛൻ. ഡോൾബി അറ്റ്മോസിന് പോലും ഇല്ലായിരുന്നു അത്രയും സൗണ്ട്. കൂർക്കം വലിക്കായിരുന്നു ഫുള്ള്. എടി സംഭവിച്ച എന്താന്നറിയാമോ? ഞാൻ ഇവിടത്തെ ആ ധൃതിയിൽ അങ്ങ് പോയപ്പോഴേ എന്റെ കണ്ണട എടുക്കാൻ മറന്നുപോയി. പോപ്കോണും വാങ്ങിച്ച് തിയേറ്ററിനകത്ത് കയറിയപ്പോഴാണ് ഞാൻ ആലോചിക്കണത് കണ്ണട എടുത്തിട്ടില്ല എന്ന്. പിന്നെ സിനിമ തുടങ്ങിയപ്പോ എന്തോ കുറെ പുകമറ മാത്രം, ഒന്നും മനസ്സിലാവണില്ല. ഞാൻ കിടന്ന് ഉറങ്ങി, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. അച്ഛാ, അപ്പൊ തിരിച്ചു വന്നിട്ട് കണ്ണട എടുത്തിട്ട് പിന്നെ പോക്കൂടെ? വഴിക്കും പടം ഇന്റർവൽ ആവൂലേ മോളെ? അതെ. എടാ, ആൾക്കാരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയായിരുന്നോ? ആൾക്കാരും ദൈവഭാഗ്യത്തിന് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ അവര് കുറെ ചീത്ത വിളിച്ചു. നമ്മളെയല്ല, തിയേറ്ററുകാരനെ. ഒഡീസി പടത്തിനകത്ത് ഫുള്ള് കൂർക്കം വലിയാണല്ലോ, നീയൊക്കെ പ്രിന്റ് മാറ്റിയിട്ടേക്കോണോന്ന്. അയ്യോ, പേടിക്കണ്ട, വേറെ കുറെ പേര് സപ്പോർട്ട് ചെയ്തു. ദിസ് ഈസ് ക്രിസ്റ്റഫർ നോളൻസ് ബ്രില്യൻസ് എന്ന്. അതെന്താ? ക്രിസ്റ്റഫർ നോളന്റെ ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ് പറഞ്ഞ സാധനം ഉണ്ടേ, അതാണെന്ന് പറഞ്ഞങ്ങ് വെച്ച് അവന്മാര് റിവ്യൂ കൊടുത്തു. അച്ഛാ അതല്ല, ഉറങ്ങിയതോ ഉറങ്ങി, എന്നാ പിന്നെ പുറത്തു വന്നിരുന്ന് ഉറങ്ങിക്കൂടായിരുന്നു. ഞാൻ പറഞ്ഞു, അതിന് മറുപടിയും തന്നു. എന്താ അച്ഛാ? മോളെ, നമ്മൾ ഇത്രയും കാശ് മുടക്കി കറണ്ട് ചെലവാക്കിയിട്ട് നമ്മൾ എന്തിനാ പുറത്തു പോയി കിടക്കണത്? അച്ഛാ, കറണ്ട് ചെലവാക്കുന്നത് തിയേറ്ററുകാരല്ലേ, നമ്മളല്ലല്ലോ. എന്ന് കരുതി അതൊരു ചെലവല്ലേ? അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യണ്ടേ? എന്നാലും എന്തൊരു നാണക്കേടാ എന്റെ ചേട്ടാ. 1600 രൂപയുടെ പടം കാണാൻ കയറിയിട്ട് കിടന്ന് ഉറങ്ങിയേക്കുന്നു. ഒരാൾക്ക് മാത്രമല്ല പടം കാണാൻ പറ്റായിരുന്നത്, ആ തിയേറ്ററിൽ ഇരുന്ന് അത്രയും പേർക്ക് 2000 രൂപ ടിക്കറ്റ് എടുത്ത് ഏറ്റവും ബാക്കി ഇരുന്നവന് പോലും നേരെ കാണാൻ പറ്റിയില്ല. ഡോൾബി അറ്റ്മോസ് ഒക്കെ അല്ലേ, കൂർക്കം വലി അത്ര കേക്കുവോ? എടി, ഡോൾബി അറ്റ്മോസ് താഴെ, കുഴിപ്പളത്തച്ഛനൊക്കെ മുകളില്. നാണക്കേട്. നോളന്റെ കരുണക്ക് രക്ഷപ്പെട്ടു. എണീറ്റേ പടം തീരുന്നവരെ. അയ്യോ, ഞാൻ 2 തവണ തട്ടി എണീപ്പിച്ചു. അപ്പം എന്ന് പറഞ്ഞൊന്ന് എണീറ്റു. 2 മിനിറ്റ്, അത് കഴിഞ്ഞ് പിന്നെ നാണക്കേടായി പോയി. കേശു, നീ എന്നെ ഒറ്റ കൊടുത്തല്ലടാ.
നിന്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലടാ ഇവിടെ വന്ന് പറയരുതെന്ന്. അച്ഛൻ്റെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞല്ലേ അവിടെ കിടന്ന് കൂർക്കം വലിക്കില്ലെന്ന്. ഇല്ലടാ, ഇനി നിന്നോടുള്ള കൂട്ടില്ലടാ. പച്ചപ്പുല്ല് താമരപ്പുല്ല് നിന്നോടുള്ള കൂട്ടുവിട്ട്. ഇങ്ങനെ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് പാടായി ഇനി മിണ്ട. ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ. ദൈവമേ, എന്ത് ചെയ്യൂ എന്തോ ഞാൻ. എന്നാലും ചേട്ടാ ബർഗറൊക്കെ തിന്നല്ലേ? പച്ചപ്പുല്ല് താമരപ്പുല്ല് നിന്നുള്ള കൂട്ടുകെട്ടി പോണി. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ആയോ? റെഡിയായോ? ഇല്ല ആവുന്നു. குழிப்பல் தப்பா தண்ணி கேட்டாரு. நான் அங்க எல்லாம் போய் பார்த்தேன், ஆனா எங்கேயும் இல்ல. റൂമിൽ കിടപ്പുണ്ടായിരുന്നല്ലോ. இல்லைங்க, റൂമിലെയും அங்க இங்க எல்லாம் நான் போய் பார்த்தாச்சு. നീ കുഴിപ്പുളത്ത് വേണം പോയതായിരിക്കും. കുഴിപ്പുളത്ത് എന്നോട് പറയാൻ പോകത്തില്ല. എന്നാ പിന്നെ നടക്കാൻ പോയതായിരിക്കും. ഛേ, ഇവിടെ ചായ ആവുന്നല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാ നടക്കാൻ പോകുന്നത്? കുടിച്ചു കഴിഞ്ഞിട്ടല്ലേ പോവുള്ളൂ. കുഴപ്പമുള്ളത്തച്ഛനെ കണ്ടായിരുന്നു ആരെങ്കിലും? என்னடா இது, நான் இந்த தண்ணி கிளாஸ் வச்சு இந்த வீடு ஃபுல்லா நான் தேடியாச்சு, எங்கேயுமே இல்ல. அவர் தண்ணி கேட்டார் என்கிட்ட. ആണോ? വെള്ളം എപ്പോഴാണോ ചോദിച്ചേ? ஆமா. വെള്ളം ചോദിച്ചിട്ട് അങ്ങനെ അവിടെ ഇറങ്ങിപ്പോയത്. ഇതിപ്പോ ഞാൻ ബാത്റൂം വരെ തപ്പി. ഒരു കാര്യം ചെയ്യ്, വെള്ളം ഇങ്ങട്. വെള്ളം ഞാൻ കൊടുത്തോളാം. അതാകുമ്പോ നമ്മുടെ ആ ഒരു പിണക്കുണ്ടല്ലോ, അത് വേറെ ഇല്ല. സൗണ്ട് ഉണ്ടായിക്കൂടെ കയറി വരുമ്പോ? കുഴിപ്പള്ളത്തച്ഛനെ കണ്ടോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു ഇത്ര നേരം. ഞാൻ കണ്ടായിരുന്നു. കുഴിപ്പള്ളത്തച്ഛനോ? ഛേ, കുഴിപ്പള്ളത്തച്ഛനെയോ? ആ എവിടെ? ഗേറ്റ് കടന്ന് പോകുന്ന ഞാൻ കണ്ടായിരുന്നു. അപ്പൊ ഞാനും കൂടെ വരട്ടേന്ന് വെച്ചപ്പോ മിണ്ടാതെ പോയി. മിണ്ടാതെയാണോ പോയത്? അയ്യോ, മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പിണങ്ങി പോയത് തന്നെയാ. പിണങ്ങിപ്പോയോ? ആ, അത്രയും പിണങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? എടാ, നിന്നോട് സംസാരിച്ച സമയത്ത് പച്ചപ്പുല്ല് പറഞ്ഞ് പിണങ്ങിയില്ലേ? ഓ, ആ, അതുകൊണ്ടാണ് മിണ്ടാതെ ഇപ്പൊ പോയത്. ചേട്ടൻ കാരണമാണോ കുഴിപ്പള്ളത്ത് അച്ഛൻ വിഷമിച്ചു പോയത്? പൊടി ഓടി നിർന്നു. എടാ, എന്തൊരു കഷ്ടമാടാ. നീ പാവ അച്ഛനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു ഏട്ടാ. എന്താണ് ഇതൊക്കെ? ഒന്നുമില്ല, ഈ വിഷമിച്ച് പോയതേ. അത്രയും കിടപ്പോ? ഷെടാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ചില സമയത്ത് ഇങ്ങനെ പിണങ്ങി കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് മിണ്ടിയല്ലടാ, വലിയ കഷ്ടാ പിന്നെ മിണ്ടാൻ. അങ്ങനെയാണെങ്കിൽ ആ പിണക്ക് ഞാനൊന്ന് മാറ്റുമല്ലോ. അങ്ങനെയൊന്നും ആ പിണക്കം മാറത്തില്ല. പച്ചപ്പുല്ല് വെച്ചിട്ടല്ലേ പച്ചപ്പുല്ല് നീ പറയില്ലേ? ആ സീതമ്മോ, ഞാൻ ആ പിണക്ക് മാറ്റി. നീ ആ മാറ്റി കാണിച്ചേ. അപ്പോഴോ? കാണാം. സിമ്പിൾ പരിപാടി. കുഴിപ്പള്ളത്തച്ഛൻ എങ്ങോട്ട് പോയേ? അങ്ങോട്ട് പോയത്. എങ്ങോട്ടീ? അങ്ങോട്ട്. കറക്റ്റ് പറയണം. ഗേറ്റിൽ ഇറങ്ങിയിട്ട് ഇടത്തോട്ട് പോയോ വലത്തോട്ട് പോയോ? ലെഫ്റ്റ് പോയോ റൈറ്റ് പോയോ? ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ് കേട്ടോ, ഓർത്ത് പറയണേ. ഷെഡിന്റെ അങ്ങോട്ട് പോയി. പാറമടയുടെ ഷെഡിന്റെ അങ്ങോട്ടോ അപ്പുറത്തെ ഷെഡോ? അപ്പുറത്തെ ഷെഡിന്റെ അങ്ങോട്ട് പോയി. റൈറ്റ് സൈഡ്, റൈറ്റ് സൈഡ്. എന്റെ പൊന്നുമോളെ, സമയത്തിന് മര്യാദയ്ക്ക് സ്കൂളിൽ പോകണം കേട്ടറി. പാറമടയുടെ ഷെഡ് അല്ലല്ല, പാറമടയുടെ ഇപ്പുറത്തെ ഷെഡ്, അപ്പുറത്തെ ഷെഡ്. മിണ്ടല്. ഞാൻ ദാ പോയിട്ട് ദാ പറഞ്ഞ് പ്രോബ്ലം ഇപ്പൊ ഞാൻ സോൾവ് ചെയ്യും. ഓക്കേ, ഓൾ ദി ബെസ്റ്റ് മൈ ബോയ്. അങ്ങനെ ഇങ്ങനെ മിണ്ടോന്ന് തോന്നുന്നില്ല. അല്ല സീതമ്മ, ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പുല്ല് പറഞ്ഞ് വഴക്കൂടാറുണ്ടോ? ആ, ഇടയ്ക്കിടയ്ക്ക് മിണ്ടാതിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ മിണ്ടിക്കാനുള്ള തന്ത്രം എൻ്റെ കയ്യിലുണ്ട്. കൊച്ചു പിള്ളേരുടെ മനസ്സല്ലയോ? കൊച്ചു പിള്ളേരെക്കാളും ചെറിയ മനസ്സാ. എന്തായാലും അവൻ പോയി നോക്കട്ടെ. നടന്നില്ലെങ്കിൽ നമുക്ക് നോക്കാമേ. കുഴപ്പമുള്ളതച്ചോ, കുഴപ്പമുള്ളതച്ച എവിടെ ഇരിക്കായിരുന്ന? അച്ചോ, അതായത് ഈ കുഴപ്പമുള്ളതച്ചോ
കുഴപ്പമുള്ളത്തച്ഛന് വേണ്ടി വെള്ളം തരാൻ വേണ്ടി നമ്മുടെ കനകാന്റി വന്നായിരുന്നേ. അപ്പൊ കനകാന്റി വന്നപ്പോ ഞാനാണ് കനകാന്റി അടുത്ത് പറഞ്ഞത്, കനകാന്റി ഞാൻ പോയി തപ്പാം കുഴപ്പമുള്ളത്തെ അച്ഛനെന്ന്. അപ്പൊ പാറുവാണോ പറഞ്ഞത് കുഴപ്പമുള്ളത്തെ അച്ഛൻ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടോ പോയിട്ടുണ്ടെന്ന്. പിണക്കാണ് കുഴപ്പമുള്ളത്തച്ഛൻ, ഇങ്ങനെ പിണങ്ങാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ തമ്മി അങ്ങനെയാണോ? ഹായ് 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 മക്കളെ. പിണക്കം മാറിയാ അടുക്കണില്ല. എന്താ ഈ രണ്ടുപേരും കൂടി ഇങ്ങോട്ട്? അച്ഛനെ തപ്പി ഇറങ്ങിയതാ. അതെ, എനിക്ക് മനസ്സിന് സങ്കടം വരുമ്പോ ഒറ്റയ്ക്ക് വന്നിരിക്കണം. അതാ അച്ഛനും ഇങ്ങോട്ട് പോന്നു. എനിക്കും അങ്ങനെ കുഴപ്പമില്ലത്തച്ഛാ. മനസ്സിന് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അപ്പു ഒറ്റയ്ക്ക് ഇരിക്കണം. അതെ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വെറുതെ എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? അച്ഛൻ വരൂന്ന് നമുക്കറിയാം, എന്നാലും നമ്മൾ ഇങ്ങോട്ട് വന്ന് വിളിക്കുന്നതാണല്ലോ അതിന്റെ ഒരു മാന്യത. കുഴപ്പമില്ലത്തച്ഛോ, ചേട്ടൻ അച്ഛനെ വിഷമിപ്പിക്കുകയും ചെയ്ത് എന്നിട്ട് ഇപ്പൊ പേടിപ്പിക്കുന്ന യേശു ഒക്കെ വളരെ വളരെ മോശമാണ് കേട്ടോ. ഒന്നല്ലെങ്കിലും നീ പറഞ്ഞപ്പോ തന്നെ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോയ ആളല്ലേ അച്ഛൻ. അച്ഛനോട് ഇങ്ങനെ കാണിക്കാവോ നീ? രണ്ടും കൂടെ മനഃപൂർവ്വം എനിക്കിട്ട് വെക്കാൻ വന്നേക്കാണല്ലേ? അച്ഛാ, അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവും, പക്ഷെ അച്ഛൻ വിഷമിക്കരുത്. നമുക്ക് ഇനി സിനിമ പോയി കാണാം അച്ഛാ. ആൻഡ് ഇത്തവണ നമ്മൾ ഗ്ലാസ് മറക്കാണ്ട് എടുക്കുകയും ചെയ്യും, പോരെ? അല്ലെങ്കിലും ഞാൻ സിനിമക്ക് കൊണ്ട് 2000 രൂപയുടെ ടിക്കറ്റ് എടുത്ത് സോഫയിൽ കിടന്നു കാണും ഞാൻ. അതാണ് അച്ഛാ പവർ. അച്ഛാ, അപ്പൊ ഞാനും വരേ. അത് നമുക്ക് ആലോചിക്കാം. എന്തായാലും നിങ്ങൾ വന്നതല്ലേ, നമുക്ക് പോയി ചോക്ലേറ്റ് മേടിച്ചാലോ? അത് നല്ലൊരു തീരുമാനം. നമുക്ക് 3 പേർക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലും നല്ലൊരു തീരുമാനം. അപ്പൊ കേശേട്ടൻ വരുന്നില്ലേ? ഞാൻ നിങ്ങളെ 2 പേരെയാണ് ക്ഷണിച്ചത്, മറ്റുള്ളവരെ ഞാൻ ക്ഷണിച്ചിട്ടില്ല. ഓക്കെ അച്ഛാ, നമുക്ക് പോവാം. സിനിമക്ക് പോയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തലവേദന. അതാ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോ കിടന്ന് ഉറങ്ങിയോണ്ടാ. കേശുവേ, നീ അച്ഛൻ ഇങ്ങനെ ക്രൂശിക്കരുത് കേട്ടോ. ആ പാവം മനുഷ്യൻ അറിയാതെ സിനിമ കണ്ടപ്പോ ഉറങ്ങിപ്പോയെന്നേ ഉള്ളൂ. അതും വെറുതെ ഒന്നുമല്ല, കണ്ണട എടുക്കാത്തോണ്ട് കാണാത്തോണ്ട് ഉറങ്ങിപ്പോയതാണ്. നമുക്കേ പോണ വഴിക്ക് പൊറോട്ട ഇറച്ചി കഴിക്കാം. അത് സൂപ്പർ ആയിരിക്കും അച്ഛാ. ഒരു ചായയും കുടിക്കാം. നല്ല ചായയും പൊറോട്ട ഇറച്ചിയാണെങ്കിൽ നമ്മൾ ഈ പോണ വഴിക്കാൻ വളവിന് നമ്മുടെ രാമോദരൻ ചേട്ടന്റെ കട ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് ബാലൻചേട്ടൻ കടയുണ്ട്. നല്ല ചൂട് പൊറോട്ട ഇറച്ചിയാ അവിടെ. അച്ഛൻ എനിക്ക് 5 പൊറോട്ട വേണം. എന്താ? അതെ, അച്ഛന്റെ വിളക്കം അങ്ങനെ ഇങ്ങനെ ഒന്നും മാറാൻ പോകുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞ നീ പെട്ടു. പക്ഷേ അച്ഛന്റെ പിണക്കം മാറ്റാനുള്ള ഒരു പോം വഴി എനിക്കറിയാം. സീതമ്മ പറഞ്ഞു തന്നു. പറയാൻ സൗകര്യമില്ലെന്ന്. മോളെ ശിവാനി, അച്ഛാ കണ്ടവരോട് സംസാരിച്ചിട്ട് വരുന്നുണ്ടോ? വന്നു അച്ഛാ. പറയണ്ട, ഞാൻ തപ്പിയെടുത്തോളാം. എന്റെ ലച്ചേച്ചി വിളിച്ച ചേച്ചി സൂപ്പർ ആയിട്ട് പറഞ്ഞു അല്ലേ? ഡയലോഗ് അടിക്കാൻ വന്നേ നമ്മുടെ. ലച്ചേച്ചി എന്തായി നിങ്ങളുടെ ഗെറ്റ് ടുഗദർ ഒക്കെ കഴിഞ്ഞാ? ആണാ? ചേച്ചി അല്ല അത് വിട്, പിന്നെ പറഞ്ഞാൽ മതി. പിന്നെ ഞാൻ വിളിച്ചതേ നമ്മുടെ അറിഞ്ഞായിരുന്നല്ലേ? അറിയൂല? എല്ലാരും കൂടെ ചേർന്നുള്ള പ്ലാൻ. ശരി, വേണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്കൊരു തേങ്ങ വേണ്ട, ഒറ്റയ്ക്ക് തിന്നി. കുഴപ്പമുള്ളതച്ച എവിടെ ഇരിക്കുകയാണ്? പിണക്കൊന്നും മാറിയില്ലേ ചായ്? കുഴപ്പമുള്ളതച്ച നടക്കാൻ പോണില്ല? കുഴപ്പമുള്ളതച്ചോ? യേശു, നീ ഇനി എന്താ കടവിറക്കിയിട്ടും ഒരു കാര്യമില്ല. അച്ഛൻ നിന്നോട് പച്ചപ്പുല്ല് പറഞ്ഞാണ് വഴക്കിട്ടത്. മിണ്ടൂല എന്ന് പറഞ്ഞാ മിണ്ടൂല, അത്രേ ഉള്ളൂ. അച്ഛാ നടക്കാൻ പോണില്ലേ? അച്ഛനൊരു മൂടില്ല മോളെ. അയ്യോടാ,
അതല്ലേ ഞാൻ ഇത്ര നേരം ചോദിച്ചപ്പോ. അച്ഛൻ ചേട്ടൻ്റെ അടുത്ത് മിണ്ടത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. തച്ചോ ചേട്ടാ കേശുവോട് എന്താ മിണ്ടാത്തെ? സീതേ, എന്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടരുതട്ടാ. என்னங்க கேசு ரொம்ப பாவம் தான். ഞാനും പാവമാണ്. ചേട്ടാ ഒന്ന് മിണ്ട് ചേട്ടാ. ഇത് കള്ളക്കളി, ഇത് കള്ളക്കളി. ഇവരെന്താ പറഞ്ഞത്? ഇവൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കുന്നു. അവൻ പോയി കണ്ടുപിടിക്കും. ക്ലൂ പറഞ്ഞു കൊടുത്താ ഞാൻ പച്ചപ്പുല്ല് പറയും കേട്ടോ, പിന്നെ ഞാൻ കൊണ്ടൂല. നീ പോടോ. എന്റെ സമയമോശത്തിന് ഞാൻ ഇന്ന് ചെയ്ത ഒരേ ഒരു തെറ്റ് ആ സിനിമ കാണാൻ പോയതാണ്. ഞാൻ ചെയ്ത തെറ്റും അതാണ്. സംസാരിച്ച് കുഴപ്പമുള്ളത്തച്ഛൻ്റെ അടുത്ത് സംസാരിച്ചേ. അയ്യോ അച്ഛാ, അച്ഛൻ കേശവന്റെ അടുത്ത് മിണ്ടിയോ? ഇല്ല മോളെ, അച്ഛനൊരു ആത്മകഥം പറഞ്ഞതല്ലേ. അച്ഛൻ മിണ്ടിയിട്ടില്ല. എന്നാലും ഇത്രയും കാശൊക്കെ കൊടുത്ത് സിനിമാ കൊട്ടയെ പോയിട്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക എന്നൊക്കെ പറഞ്ഞാ വലിയ കഷ്ടാണേ. അമ്മ, ഇനി സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കാൻ നിന്ന് കഴിഞ്ഞാല് പച്ചപ്പുല്ല് പറഞ്ഞ് ഞാൻ ആ കൂട്ടങ്ങ് കിട്ടും. വേണ്ട, കണ്ണാടി ഇല്ലാതെ തിയേറ്ററിലൊന്ന് പോയിരുന്നു നോക്ക്. മൊത്തം പുക പറയാനിക്കുള്ളൂ, ഒന്നും കാണാൻ പറ്റൂല. എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ല അച്ഛാ. നമ്മള് പറഞ്ഞല്ലോ, നമ്മൾ എന്തായാലും ആ സെയിം സിനിമ 2000 രൂപയുടെ സോഫയിൽ കിടന്ന് ഉറങ്ങിക്കാണും. കിടന്ന് കൊണ്ട് കാണും, വാക്ക് മാറിപ്പോയി, കിടന്ന് കൊണ്ട് കാണും. അത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഉറപ്പായിട്ടും പോകുന്നു. പക്ഷെ ഇത്തവണ പോകുമ്പോ അച്ഛൻ 2 കണ്ണട കൊണ്ടുപോകും. 2? അതെന്തിനാ 2 കണ്ണാടി? ചുമ്മാ ഒരു വാശി. അയ്യോ, എന്താ മോനെ? ന്യൂസ് കണ്ടാ? അയ്യോ എന്താ? പാലാരിവട്ടം KCBയിൽ വൻ അനാസ്ഥ. പാലാരിവട്ടത്ത് കഴിഞ്ഞ 7 ദിവസമായി കരണ്ട് ലഭ്യമല്ല. KCB ഉദ്യോഗസ്ഥർ മാങ്ങ പറിക്കാൻ പോയേക്കുവാണോ? പറഞ്ഞിട്ട് എന്താ കാര്യം? അവന്മാര് പണിയെടുക്കൂലേ? ചുമ്മാ KCB-നെ കുറ്റം പറയാൻ നിൽക്കരുതട്ടാ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറ്റം പറഞ്ഞല്ലോ, ഇതിനകത്ത് ന്യൂസിൽ കണ്ട കാര്യം പറഞ്ഞ. KCB എന്ത് വിളിച്ച്? KCB എന്ത് പഴിച്ചെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഒമ്മര ഭാഗത്തല്ലേ തെറ്റ്. അത് ജീവനക്കാരുടെ അനാസ്ഥ ഉണ്ടായിരിക്കുള്ളൂ. അതിന് KCB-നെ ഒന്നും കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കൊന്നുമില്ല. ഒരു കൂട്ടം ജീവനക്കാർ ചേരുന്നതാണല്ലോ KCB, അല്ലാതെ KCB എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ. അത് നീ പറഞ്ഞത് കറക്റ്റാണ്. കേശു വന്നേ. പറഞ്ഞു കുഴപ്പമില്ല മോനെ കേശു, അതായത് എല്ലായിടത്തും ഇല്ല, എന്നാലും കുറച്ച് തൊഴിലാളികള് അവരുടെ അനാസ്ഥ കൊണ്ടായിരിക്കുള്ളൂ KCB-ക്ക് ഈ പഴി കേൾക്കേണ്ടി വന്നിരിക്കുന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വേറൊരു ഉദാഹരണ സഹിതം പറയാം. ഇപ്പൊ നമ്മള് ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറി യാത്ര ചെയ്തു. അപ്പോൾ എന്താ പറയാ? കള്ള വണ്ടി കയറി എന്ന് പറയും. ആ വണ്ടി എന്ത് പിഴച്ചു? നമ്മളല്ലേ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്തത്. മനസ്സിലാവുണ്ടോ? വണ്ടിക്ക് കള്ളൻ എന്നുള്ള പേര് കിട്ടി. അതാണ് ഇവിടെ KCB-ക്ക് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ കാര്യങ്ങൾ നിനക്ക് വ്യക്തമായോ? കാര്യങ്ങളെ വ്യക്തം, എന്നാലും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ. എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല? എടാ, അച്ഛൻ അനുഭവ സമ്പത്തുള്ള ആളാണ്. അച്ഛൻ സത്യസന്ധമായ കാര്യങ്ങളെ പറയുള്ളൂ. അച്ഛനെ നിനക്ക് വിശ്വാസം ഉണ്ടോ? പിന്നെ അതെന്ത് ചോദ്യം? അത് എനിക്ക് അച്ഛനല്ല, വേറെ ആരാ വിശ്വാസം? അപ്പൊ അച്ഛൻ പറയുന്ന ഈ കാര്യങ്ങളും നീ വിശ്വസിക്കണം. ഓക്കെ അല്ലേ? കുഴിപ്പുള്ളത്ത് അച്ഛൻ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യൻ എന്റെ അടുത്ത് ഒന്ന് പറയുമ്പോ ഞാനിത് കേൾക്കായിരിക്കും. എന്റെ പൊന്നച്ഛാ. കേശു കൈ നീട്ട്, നീട്ട്, നീട്ടിക്കോ. ഇത് വെച്ചോ. ഇതിപ്പോ വാങ്ങിച്ച് നിങ്ങൾ പൊറോട്ട ഇറച്ചി തിന്നപ്പോ അച്ഛൻ പോയി മേടിച്ചതാ. പിണക്കില്ലായിരുന്ന? എനിക്ക് ആരോട് എന്ത് പിണക്കം? എനിക്ക് നിങ്ങളോടൊക്കെ പിണങ്ങിയിരിക്കാൻ പറ്റൂടാ. ചേട്ടാ നടക്കാൻ പോണില്ലേ? പിന്നെ ഞങ്ങള് രണ്ടുപേരും കൂടിയായിരുന്നു നടക്കാൻ പോണത്. 5 കിലോമീറ്റർ ഞങ്ങള് പോവും.
5 ആ കേട്ടാക്കണ മര്യാദക്ക് എന്റെ കൂടെ വന്നോ, ഇല്ലെങ്കിൽ പച്ചപ്പുല്ല് പറഞ്ഞ കൂട്ടുകെട്ടു. വേണ്ട, ഞാൻ വരാം. അതെ, പോണ വഴിക്ക് നമുക്ക് പൊറോട്ട ഇറച്ചിയും കഴിക്കും. അച്ഛൻ ഞാൻ നടത്തേ. വീണ്ടും പൊറോട്ട ഇറച്ചിയും കഴിച്ചു കഴിഞ്ഞിട്ട് എന്റെ ഒപ്പം നടക്കാതിരിക്കരുത്. ഓക്കേണാ? കേസ് പോയാലോ? പോ. ബാ. Come on. അപ്പൊ ശരി, ഞങ്ങൾ പോയിട്ട് വരാം. ഇത്രയുള്ള എന്റെ ചേട്ടൻ KCB-യുടെ കാര്യം പറഞ്ഞ മിണ്ടാതിരിക്കുന്ന ആൾക്കാരോട് വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് മിണ്ടും. കുഞ്ഞു പിള്ളേരുടെ മനസ്സല്ലയോ? അതിലും ചെറുതാ.